ഇന്നലെ നമ്മൾ വാസ്തുപുരുഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ വാസ്തുഖണ്ഡങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗൃഹം നിർമ്മിക്കേണ്ട സ്ഥലത്ത് മധ്യത്തു കൂടി കിഴക്കു പടിഞ്ഞാറും തെക്കു വടക്കും ഓരോ വരകൾ വരച്ചാൽ വസ്തു 4 ഖണ്ഡങ്ങളായി തിരിയും. ഇവയിൽ ഈശാന അതായത് വടക്കു കിഴക്കേ ഖണ്ഡത്തിന് മനുഷ്യഖണ്ഡമെന്നും അഗ്നി തെക്കു കിഴക്കേ ഖണ്ഡത്തിന് യമഖണ്ഡമെന്നും നിര്യതി തെക്ക് പടിഞ്ഞാറേ ഖണ്ഡത്തിന് ദേവഖണ്ഡമെന്നും വായു വടക്കു പടിഞ്ഞാറേ ഖണ്ഡത്തിന് അസുരഖണ്ഡമെന്നും പറയുന്നു. ഈ 4 ഖണ്ഡങ്ങളിൽ മനുഷ്യഖണ്ഡവും ദേവഖണ്ഡവും നിർമ്മാണത്തിന് ഉത്തമമാണ്. എന്നാൽ മനുഷ്യഖണ്ഡത്തിലാണ് പ്രാധാന്യം. മനുഷ്യഖണ്ഡത്തിൽ ഗൃഹം നിർമ്മിക്കുകയാണെങ്കിൽ ഐശ്വര്യ സന്താന ആദി സകലതിൻ്റെ അഭിവൃദ്ധിയാണ് ഫലം. ദേവഖണ്ഡത്തിൽ ഗൃഹം വസിച്ചാൽ സകല അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ്. യമഖണ്ഡം മരണപ്രാദമാകയാൽ തികച്ചും വർജ്യമാണ്. അസുരഖണ്ഡം നിന്ദ്യമാണ്. എന്നാൽ അസുരഖണ്ഡത്തിൽ വൈശ്യന്മാരുടെ ഗൃഹം പണി ചെയ്യുകയാണെങ്കിൽ ദോഷമില്ലെന്ന് ചില ആചാര്യന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മനുഷ്യഖണ്ഡവും ദേവഖണ്ഡവുമാണ് സാധാരണ ഗൃഹനിർമ്മിതിക്ക് ഉപയോഗിച്ചു വരുന്നത്. ഭൂപ്രദേശങ്ങളുടെ നിവാസയോഗ്യതയുണ്ട്. നിവാസയോഗ്യമല്ലാത്ത ഭൂപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ വിളയുന്ന പാടം, ഉറപ്പല്ലാത്ത മറ്റു ഭൂപ്രദേശങ്ങൾ, ദേവാലയം, സമുദ്രം, നദി, തപസ്വിനികളുടെ ആശ്രമം, ഗോശാല, പർവ്വതം എന്നിവയുടെ വളരെ അടുത്ത് ഗൃഹം നിർമ്മിച്ചു വസിച്ചാൽ പല പ്രകാരമുള്ള നാശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബ്രാഹ്മണാദി സർവ്വജാതിക്കാർക്കും ഈ പ്രദേശങ്ങൾ യോജിച്ചവയല്ല. ബ്രാഹ്മണവർഗ വാസയോഗ്യ ഭൂമി അതിൽ താനെ വളർന്നു നിൽക്കുന്ന കുശപ്പുല്ല്, വെളുപ്പ് നിറവും നെയ്യുടെ ഗന്ധവും മധുരരസവുമുള്ള മണ്ണ് തുടങ്ങിയവ ഉള്ളതും സമചതുരവുമായ ഭൂമി ബ്രാഹ്മണർക്ക് ഗൃഹമുണ്ടാക്കി വസിക്കാൻ യോഗ്യമാകുന്നു. തെക്കുവശത്തിന് ഉയർച്ചയും വടക്കുവശത്തിന് താഴ്ചയുമുള്ള അത്തിമരം നിൽക്കുന്നതുമായ ഭൂമിയും ബ്രാഹ്മണർക്ക് വാസയോഗ്യമാണ്. ക്ഷത്രിയവർഗർക്ക് വാസയോഗ്യമായ ഭൂമി എന്ന് പറയുമ്പോൾ ആമക്കൂട്ടം, മണ്ണിനെ രക്തവർണം, ചോരയുടെ ഗന്ധം, കഷായരസം എന്നിവയുള്ളതും വീതിയുടെ 8 ഭാഗം ദൈർഘ്യം കൂടിയതും പറമ്പ് ക്ഷത്രിയർക്ക് വസിക്കാൻ നല്ലതാണ്. പറമ്പിൻ്റെ വീതി കിഴക്കു പടിഞ്ഞാറ്, നീളം തെക്കു വടക്കുമാകുന്നു. പടിഞ്ഞാറ് ഉയർന്ന് കിഴക്കുവശം താഴ്ന്നും കിടക്കുന്നതും അരയാൽ വൃക്ഷമുള്ളതുമായ ഭൂമി ക്ഷത്രിയർക്ക് നല്ലതാണ്. വൈശ്യവർഗ വാസയോഗ്യമായ ഭൂമി എന്ന് പറയുമ്പോൾ കറുകപ്പുല്ല്, മണ്ണിനു മഞ്ഞ നിറം, അന്നത്തിൻ്റെ ഗന്ധം, കയ്പുരസം എന്നിവയുള്ളതും വീതിയുടെ 1/6 ഭാഗം നീളം കൂടിയതുമായ ഭൂമി വൈശ്യർക്ക് വാസയോഗ്യമാകുന്നു. കിഴക്ക് ഉയർന്ന് പടിഞ്ഞാറ് താഴ്ന്ന പറമ്പ്, അരയാൽ വൃക്ഷം നിൽക്കുന്നുണ്ടെങ്കിൽ അതും വൈശ്യർക്ക് വാസയോഗ്യമാകുന്നു.